നമ്മളോടൊപ്പം തന്നെ സംസാരിച്ച WCC അംഗങ്ങളാണെങ്കിലും ഒരുപാട് സ്ത്രീകളാണെങ്കിലും നമ്മളോട് തന്നെ പറഞ്ഞ സാധനം പൊരുതി മടുത്തു. ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും മീറ്റു മൂവ്മെൻറ്റുകളിലും ഒക്കെ തിരിച്ച് സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളെല്ലാവരും അടിച്ചമർത്തപ്പെടുകയും സൈഡ് ലൈൻഡ് ആവുകയും ആ മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടായ ആളുകളെല്ലാം മീറ്റു ആരോപിക്കപ്പെട്ട ആളുകൾ മുഴുവൻ വളരെ സക്സസ്ഫുൾ ആയി കരിയർ റൺ ചെയ്തു പോകും. മലയാള സിനിമയുടെ ഇപ്പം ഈ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നപ്പം ഔട്ട് സ്പോക്കണായി സംസാരിച്ചിട്ട് സ്ത്രീകളെല്ലാം തന്നെ ഇപ്പം സിനിമയുടെ കംപ്ലീറ്റ് അൺഒഫീഷ്യൽ ബാൻ. ഈവൻ വെൻ കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു ബാൻ പരിപാടി ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോഴും ഇവരെല്ലാവർക്കും അൺഒഫീഷ്യൽ ബാൻ, സിനിമകളില്ലാതാവുന്നു. പക്ഷെ അതേസമയം അത് ഇത്തരം കാര്യങ്ങൾ ഇൻഡസ്ട്രിയിലെ ഈ ഒരു കാര്യങ്ങൾ അതേസമയം ഇൻഡസ്ട്രി വളരെ പ്രോഗ്രസീവ് ആണെന്നുള്ളൊരു വലിയ ഫസാഡിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ എല്ലാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഇപ്പം ഗവൺമെന്റ് ആയാലും ശരി അല്ലെങ്കിൽ വലിയ താരങ്ങളായാലും അതിന് വലിയ ഭയങ്കര പ്രോഗ്രസീവ്നെസ് ആണല്ലോ അമ്മയിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ മെയിൻ വിമൻ എന്ന് പറയുന്നത്. ആരാണ് ഭരിക്കുന്നത്, ആരെയാണ് മുൻനിർത്തി ഭരിക്കുന്നത് എന്ന് അതിനകത്ത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് പക്ഷെ ഇത് ഈ വിഷയങ്ങൾ കൂടി ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡിസ്കഷനിൽ വരേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിപ്പം അഞ്ജന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ കോറായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പല നടിമാരും പലരും ഇത് പുറത്ത് പറയാൻ അവർ മടിക്കുന്നതെന്ന് വെച്ചാൽ അതോടെ അവരുടെ ജീവിതമില്ലാതെയാവേ. സിനിമയില്ല, പണമില്ല, കാശില്ല, എങ്ങനെ ജീവിക്കും? അവർ വീട്ടിലിങ്ങനെ അടച്ചുകൂടി പലരും പല ഡിപ്രഷൻ സ്റ്റേജിലൂടെയും പോയിട്ടുണ്ട്. അത് രമ്യ തമ്പീശനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലും രമ്യ ഇത് പറഞ്ഞിട്ടുണ്ട്. സിനിമയില്ല, റീമ കല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പാർവതി തിരുവോത്തി, ഇവരെല്ലാം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള നടിമാരാണ്. ഇവർക്കൊന്നും സിനിമ കിട്ടാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് പല നടിമാർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പം എനിക്ക് ആ നടിയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരോട്ടുള്ളൊരു ഓഫ് ക്യാമറയിൽ അവരെന്നോട് പറഞ്ഞായിരുന്നു. അതായത് ഈ അമ്മയുടെ മീറ്റിങ്ങിന് നമ്മൾ പോകുന്നത് നമ്മളുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ സുഹൃത്തുക്കളെ കണ്ട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക, എന്തെങ്കിലും ചായ കുടിച്ച് പിരിയുക, അവരൊരു ഫ്രണ്ട്ലി ടോക്ക്. അല്ലാതെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരിക്കലും. പക്ഷേ ഒരു പ്രോബ്ലം സോൾവിങ് സ്പേസ് അമ്മയുടെ ബൈലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അമ്മ ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവിങ് അസോസിയേഷനായിട്ട് തുടങ്ങിയതൊന്നും അല്ല. അത് സുരേഷ് ഗോപിയും മമ്മൂട്ടി മോഹൻലാലൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു. അതൊരു ക്ലബ്ബ് തന്നെയാണ്. അവിടുന്ന് ജസ്റ്റിസ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. പിന്നീട് അതിൽ പലർക്കും വേണ്ടി പല പരാതികൾ കൊടുക്കുകയും എടുത്ത് സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മൾ ശരിക്കും ജുഡീഷ്യറിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ അതേപോലെ തന്നെ വേറൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ഡ്രിവൺ ഇൻഡസ്ട്രിയാണ്. എപ്പോഴും സ്ഥിരമായി നമ്മൾ പറയുന്ന കാര്യമാണ്. ഈ മാർക്കറ്റിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ ഉണ്ട്. 95 വർഷത്തോളമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ച നായികയെ നാട് കടത്തിയ നാട്ടിലിരുന്നാൽ നമ്മളിത് പറയുന്നത്. അതിനകത്ത് അത് 95 വർഷത്തിന് ശേഷവും നമുക്കൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇറ്റ് ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി വേർ നെപ്പോട്ടിസം വെരി ഹൈലി വർക്ക്സ്. മക്കളുടെ മക്കൾക്കും ഇതിന് മുന്നുണ്ടായിരുന്ന പ്രേം നസീറിൻ്റെ ഒന്നും കാലഘട്ടത്തിൽ നടന്നില്ലെങ്കിൽ ഇപ്പം അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നെപ്പോട്ടിസവും മെയിൽ ഡോമിനേഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ എടുത്തു. അത് ചിലപ്പം അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ല. അയ്യോ മറ്റവരെ വിളിക്കല്ലേ, അവർ ഭയങ്കര തലവേദന, അയ്യോ മറ്റത് മീറ്റു ആണ്, അയ്യോ അത് WCC. ഇങ്ങനെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവിടെ ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ദാറ്റ് ഹൂവർ സ്പീക്സ് ഔട്ട് വിൽ ബി ആക്ച്വലി കണ്ടെയ്ൻഡ്. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും നടക്കുന്നത്, അല്ലേ സാർ? അപ്പം PK റോസിയെ ഓർക്കുന്നത് പോലെ PK റോസി നമ്മുടെ ഒരു രക്തസാക്ഷിയായിരുന്നു. PK റോസിയുടെ വീട്ടുകാരുടെ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം പുസ്തകം എഴുതാൻ വേണ്ടി അന്വേഷിച്ച് പോയ സമയത്ത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഏഷ്യാനെറ്റ് അങ്ങാണ്ട് നടത്തിയ ഒരു അന്വേഷണ പരമ്പരയിൽ അവരുടെ മക്കൾ അമ്മ PK റോസി എന്ന് പറയാൻ പോലും തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മലയാളത്തിൻ്റെ ആദ്യ നടിയുടെ വെയറബൌട്ട്സിന് പോലും ഒരു കൃത്യമായ രേഖയില്ലാത്തൊരവസ്ഥയിൽ അവിടേക്ക് 95 വർഷത്തിന് ശേഷം നമ്മൾ മറ്റൊരു സർവൈവർ എന്ന് നമുക്ക് അതിജീവിത എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവരും ഒരു രക്തസാക്ഷിയാണ്.
മറ്റൊരു രക്തസാക്ഷിയും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതേ ഞാൻ പറയുള്ളൂ.